രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചക്ക വരട്ടിയതാണ്. ഇപ്പൊ ചക്കയുടെ സീസണാണ്. ഞങ്ങൾക്ക് അങ്ങനെ ചക്കയൊന്നും കിട്ടാനൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ കഷ്ണം ചക്ക കിട്ടുകയാണെങ്കിലും ഞാനത് ചക്ക വരട്ടി ഉണ്ടാക്കും. എനിക്ക് നല്ല ഇഷ്ടം, ഉണ്ടാക്കാനും ഇഷ്ടമാണ്, കഴിക്കാനും ഇഷ്ടമാണ്. ഇത് ഉണ്ടാക്കി കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കും. എനിക്ക് ഇത് കുറച്ചുകൂടെ ടൈറ്റ് ആക്കിയിട്ട് ഹൽവ പോലെ മുറിച്ച് കഴിക്കുന്ന പരുവത്തിൽ ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ എനിക്കിഷ്ടം ഇത് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെച്ച് സ്പൂൺ കൊണ്ട് കോരി കോരി കഴിക്കുന്നത്. ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ഇനിയിപ്പോൾ പുട്ടുണ്ടാക്കുകയാണെന്നെങ്കിൽ കറിയൊന്നും വേണമെന്നില്ല, ഇത് മതി. പിന്നെ പായസം ഉണ്ടാക്കാം ഇത് വെച്ചിട്ട്. പക്ഷെ ഇതിനൊന്നും ഇത് കിട്ടില്ല കേട്ടോ, അതിന് മുമ്പ് തന്നെ ഇത് തീരും, കാരണം അത്രയ്ക്ക് ഡിമാൻഡാണ് ഇവിടെ. അപ്പോൾ നമുക്ക് കാണാൻ എങ്ങനെയാണ് നല്ല ടേസ്റ്റുള്ള ചക്ക വരട്ടിയത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ചക്ക വരട്ടിയത് ഉണ്ടാക്കാനായിട്ട് 1.5 കിലോളം ചക്ക ചുളയാണിത്. ഇത് കുരു അടക്കമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. കുരുവൊക്കെ മാറ്റി അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചക്ക വരട്ടാനായിട്ട് എടുക്കുക. കാരണം എന്താ വെച്ചാൽ ഈ അറ്റത്ത് നല്ല കട്ടിയായിരിക്കും. അപ്പം അത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് എത്ര വേവിച്ചാലും വേവുകയില്ല. ഒരുപാട് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ മുറിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ അറ്റം പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ അറ്റത്തിൻ്റെ പോർഷൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ അങ്ങ് കീറിയിട്ടിരുന്നാൽ മതി. അറ്റം പോർഷൻ അങ്ങ് വേവുകയില്ല. അപ്പോൾ ഞാൻ അതങ്ങ് കട്ട് ചെയ്ത് കളയും. അതുപോലെ ബാക്കിയെല്ലാം അങ്ങനെ റെഡിയാക്കി എടുക്കട്ടെ. ഇപ്പോൾ ചക്ക ചുളയെല്ലാം പൊളിച്ച് അറ്റമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1 കിലോ ഇല്ല കേട്ടോ, 800 ഗ്രാമൊക്കെ ഉള്ളൂ. ഞാൻ തൂക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടിട്ട് ഇതിൻ്റെ കളറില്ലാന്നേ ഉള്ളൂ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല പഴുത്ത നല്ല മധുരമുള്ള ചക്കയാണ്, വരിക്കച്ചക്കയാണ്. തീരെ കട്ടിയില്ലാത്ത ഒരു ചുള, പക്ഷെ നല്ല മധുരമുണ്ട്. നമുക്കിതൊന്ന് കുക്കറിലേക്ക് മാറ്റാം. നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 200 ml കപ്പാണ്, അതിൽ 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 2-3 കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. അത് ശർക്കര ഇപ്പോൾ വേവുന്ന സമയത്ത് നന്നായിട്ട് ഈ ചക്കയിലോട്ടൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ശർക്കര ഉരുക്കിയത് പിന്നെ ഒഴിക്കുന്നുണ്ട്. ഇപ്പം നല്ല കല്ലുള്ള ശർക്കര അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കിയത് കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി. നമുക്കിത് അടച്ചു വെച്ചിട്ട് 2-3 വിസിലിന് ഓഫാക്കി കൊടുക്കാം. ഇതിപ്പം 3 വിസിൽ വന്ന് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. തുറന്നു നോക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലൊന്ന് അടിക്കും. അപ്പോൾ അത്രയും അങ്ങോട്ട് ചെറിയ ചെറിയ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നന്നായിട്ടങ്ങ് അടിഞ്ഞു കിട്ടും. ഇനിയിപ്പം അടിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അടിക്കണ്ട. പണ്ടൊന്നും ഇങ്ങനെ മിക്സിയിൽ അടിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. കുക്കറിലും അല്ല വേവിക്കാറുണ്ടായിരുന്നത്. അത് വലിയ പാത്രത്തിലിട്ട് ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അതിനകത്തോട്ട് ശർക്കര ഉരുക്കി ഒഴിച്ച് വരട്ടി എടുക്കുമായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇത് എളുപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്. തവി കൊണ്ട് ഉടച്ചു കൊടുത്താൽ മതി. പക്ഷേ ചില അത് നന്നായിട്ട് അങ്ങ് ഉടയില്ല. അപ്പോൾ നമുക്കൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചിങ്ങെടുത്താൽ മതി. ഇപ്പം ഞാൻ ഒരു 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. പൊട്ടിച്ചിട്ട് ഒന്ന് ഉരുക്കി അരിച്ചെടുക്കാം. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ട് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതുകൊണ്ട് ഇതങ്ങ് വലിഞ്ഞ് കളിക്കും. അപ്പോൾ നമുക്കത് മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ ആ വലിച്ചിലങ്ങ് കുറഞ്ഞു കിട്ടും. ഇനി അഥവാ ചിലർക്ക് ഇതുപോലെ വലിച്ചിലുള്ളതായിരിക്കും കേട്ടോ ഇഷ്ടം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് തവി കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് വരട്ടിയെടുത്താൽ മതി. ഇത് ഞാനൊന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് വരികയാണേ. ഇതിപ്പോൾ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടുണ്ട്. ആ ഒരു വലിച്ചിൽ ഒട്ടും ഇല്ലാതെ ആയി കിട്ടും. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണെങ്കിൽ നമുക്ക് ഇളക്കാനും അടി പിടിക്കാതിരിക്കാനും ഒക്കെ നല്ലതാണ്. പണ്ടൊക്കെ ഉരുളിയിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ ഉള്ളതുകൊണ്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കി അരിച്ചതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. കത്തിച്ചു കൊടുക്കാം. നമുക്ക് ഈ ശർക്കര കിടന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് വരട്ടിയെടുക്കാം. കുറച്ച് വെള്ളം നിന്നോട്ടെ കേട്ടോ. ശർക്കരയെ കിടന്ന് ചക്ക ഒന്ന് വരട്ടിയെടുക്കണ്ടേ. ഇപ്പോൾ ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ ബാക്കി ഒഴിച്ചാൽ മതി. നമ്മൾ നന്നായിട്ട് വരട്ടി വരുമ്പം മധുരം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ മധുരം അധികം ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത് മാത്രമായിട്ടൊക്കെ കഴിക്കുകയല്ലേ, അപ്പോൾ അതൊരു ടേസ്റ്റ് നമുക്ക് തോന്നില്ല. ഒന്ന് തിളക്കട്ടെ. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് നല്ല നീളമുള്ള തവി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലേക്ക് തെറിക്കുകയല്ല. ഇതിപ്പം ബബിൾസായിട്ട് കയ്യിലോട്ട് അങ്ങ് തെറിക്കും. മിക്സിയിൽ അടിച്ചുകൊണ്ടാണ് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ വരുന്നത്. ഇല്ലെങ്കിൽ ഇതിപ്പോൾ വലിഞ്ഞ് കളിക്കും. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എപ്പോഴും ഒന്നും ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് ടൈറ്റ് ആവുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നേ ഉള്ളൂ. നന്നായിട്ട് വറ്റി വരട്ടെ. കുറുകി വരുന്നുണ്ട്. പോരാ, നന്നായിട്ട് കുറുകണം. അപ്പം ഞാനിത് ഇടയ്ക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കും, ഇടയ്ക്ക് ലോ ഫ്ലെയിമിൽ വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്.
അപ്പോൾ കുറേ കൂടെ കുറുകി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ആക്കുന്ന സമയത്ത് സൈഡിലിങ്ങനെ നമ്മൾ പാൻ ഇങ്ങനെ കാണാൻ പറ്റും. അത്രയും കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് സൈഡിൽ കൂടെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നെയ്യാണ് ഒഴിക്കുന്നത്. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഉരുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. നമ്മൾ സാധാരണ പാക്കറ്റിൽ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ എടുക്കരുത്. ഉരുക്ക് വെളിച്ചെണ്ണ, നല്ല മണമുള്ള വെളിച്ചെണ്ണയില്ലേ, ആ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൈഡിൽ കൂടെ കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് നെയ്യ് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. നെയ്യ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാൻ പറ്റുള്ളൂ. നല്ല വരട്ടിയെടുക്കണം, എന്നാലേ കുറേ കാലം, എത്ര കാലം വേണേലും ഇത് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ചക്കയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിങ്ങനെ ഒരുപാട് ഉണ്ടാക്കി ഇങ്ങനെ വെക്കും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ചക്കയുടെ സീസൺ ആവുന്നവരെ ഈ ചക്കയുടെ ഈ വരട്ടിയത് ഉണ്ടാവും. സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ ആ സൈഡിൽ കൂടെ കുറേശ്ശെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ഇത് മതി, ഞാനിപ്പോഴും എടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെക്കാം കേട്ടോ. അത് ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉരുട്ടിയും എടുക്കണം. അപ്പം അത്രയും വരെ നമുക്ക് വരട്ടിയെടുക്കാം. അതിപ്പോൾ കുറച്ച് സമയം കൂടെ വെച്ചാൽ ആ ഒരു പരുവാകും. പക്ഷേ എനിക്ക് അത്രയും അങ്ങോട്ട് ടൈറ്റ് ആവുന്നതിനെ കഴിഞ്ഞും ഈ ഒരു പരുവത്തിലാകുമ്പോൾ കുറച്ചൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. നമുക്ക് തണുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കട്ട് ചെയ്യാവും കേട്ടോ. പാത്രത്തിനൊക്കെ കോരി എടുക്കണമെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് മുറിച്ചെടുക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നന്നായിട്ട് അങ്ങ് ഉരുണ്ടങ്ങ് വരും. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇതെനിക്ക് കുപ്പിയിലിട്ട് വെച്ചിട്ട് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാനാണ് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ചക്കയും ശർക്കരയും കൂടെ വരട്ടിയെടുക്കുമ്പോഴുള്ള ഒരു സ്മെല്ല്. പിന്നെ ഇതിൽ ചിലർ ഏലക്കായ ഇടും, ചുക്കും ജീരകവും കൂടി ഇടും. പക്ഷെ ഞാനിതിലൊന്നും ഇടുന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ ഇതിനകത്ത് അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ചക്കയുടെ ആ ഒരു സ്വാദ് അങ്ങ് മാറും. അപ്പോൾ ആ ഏലക്കായുടെ ആ ഒരു ടേസ്റ്റും ഒക്കെ ആയിരിക്കും വരിക. പക്ഷേ അതൊന്നുമില്ലാതെ ഇത് മാത്രമായിട്ട് ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റാണ്. കാരണം ചക്കയുടെ ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ഇടാതെ ചക്കയും ശർക്കരയും നെയ്യും മാത്രം വെച്ച് വരട്ടിയെടുക്കണം. അപ്പം നെയ്ക്ക് പകരം ഞാൻ പറഞ്ഞ പോലെ ഉരുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഇത് മതി. ഇതാണ് കറക്റ്റ് പാകം. ഞാൻ ഓഫാക്കാണേ. ഞാനിതിപ്പോൾ സെർവ് ചെയ്യാണ്. ഇതിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഈ ശർക്കരയിൽ തന്നെ നേരത്തെ ഒരു ഉപ്പുണ്ടാവും, അത് മതി. പിന്നെ ശർക്കരയുടെ കാര്യമാണെങ്കിൽ ഒരുപാട് കറുത്ത ശർക്കര എടുക്കരുത്. ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഈ ചക്ക വരട്ടിയതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചക്ക കിട്ടാത്ത സമയത്ത്. പക്ഷെ അതിനെന്താ പറയുക, ഒരു വല്ലാത്ത ശർക്കരയുടെ കുത്തലായിരുന്നു, ഒരു കറുത്ത കളറും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കറുത്ത ശർക്കര ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കറുപ്പും വേണ്ട, ഒരുപാട് വെളുപ്പും വേണ്ട, ഈ ഒരു മീഡിയം കളറ് മതി. ഇതിപ്പോൾ നമ്മുടെ ചക്ക വരട്ടിയത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല ഭംഗിയിലാണ് കാണാൻ, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. ഇതിപ്പോൾ ഇത്രയും നല്ല നമ്മൾ കട്ടിയാക്കിയിട്ടുണ്ട്, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്ക വരട്ടിയതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുറച്ച് ചക്ക കിട്ടുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ചെടുത്തിട്ട് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് അല്ലേ ഇത് കഴിക്കാനായിട്ട്. ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, പുട്ടിനൊക്കെ കൂട്ടി കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചക്ക വരട്ടിയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.